Welcome back to our channel CBSE Tricks. Today we are going to study History Continuation, Nationalism in India. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് വിത്ത് മൂവ്മെൻറ്റിൽ പല ആൾക്കാർക്കും ഉണ്ടായ അനുഭവങ്ങളും എങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റിനെ അവർ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1921 നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അതായത് ഗാന്ധിജി ഖിലാഫത്ത് മൂവ്മെൻറ്റ് നോൺ കോപ്പറേഷനിലൂടെ ഖിലാഫത്ത് മൂവ്മെൻറ്റും കൊണ്ടുവരിക എന്നുള്ളൊരു ഐഡിയ വെച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ജനുവരി 1921 ഉണ്ടായത്. ഈ ഒരു മൂവ്മെൻറ്റിൽ എല്ലാവരും വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിലെ പീപ്പിൾസും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ ടേം അതായത് ഈ ഒരു നോൺ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഈ ഒരു ടേം എന്ന് പറയുന്നത് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് ഓരോരുത്തർക്കും ഈ മൂവ്മെൻറ്റിൽ ഉണ്ടായത്. കാരണം സ്വരാജ് എന്ന് മീൻ ചെയ്യുന്നത് ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ഇപ്പോൾ സ്വരാജ് എന്ന ടേം എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. കാരണം ഈ മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റിൽ നിന്നുള്ളൊരു സ്വരാജിനെയാണ് വേണ്ടത്. പിന്നെ അവരുടെ ഫ്രീഡം, അതിൽ നിന്നും മുസ്ലിങ്ങൾക്കും ഇവിടെ പാർക്കണം, അല്ലെങ്കിൽ എന്താണ് ഇവിടെ അവരുടെ മതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫ്രീഡമാണ് മുസ്ലിങ്ങൾ. ഹിന്ദുസിന് അവരുടേതായ ഫ്രീഡം, പിന്നെ പല പീപ്പിൾസിനും ബ്രിട്ടീഷിൽ നിന്നുള്ള ഫ്രീഡം. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥമാണ് സ്വരാജ് അല്ലെങ്കിൽ ഫ്രീഡം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് മൂവ്മെൻറ്റ്സ് ഇൻ ടൗൺസ്. ടൗൺസിൽ എങ്ങനെയൊക്കെയാണ് മൂവ്മെൻറ്റ് നടന്നത് നോക്കാം. മൂവ്മെൻറ്റ്സ് ഇൻ ടൗൺസ്. അപ്പോൾ ടൗൺസിൽ ഏതൊക്കെ ഗ്രൂപ്പ്സാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, എങ്ങനെയാണ് സ്വരാജിനെ കണ്ടത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഈ ടൗൺസിൽ ഈ മൂവ്മെൻറ്റ് നടന്നത് മിഡിൽ ക്ലാസ്സുമായിട്ടാണ്. ദ മിഡിൽ ക്ലാസ് സ്റ്റാർട്ട് ദ മൂവ്മെൻറ്റ്. മിഡിൽ ക്ലാസ് ആണ് ആദ്യമായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തത് മൂവ്മെൻറ്റ്. ആൻഡ് പിന്നെ ആരാണ് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ്, ഇവരൊക്കെ എന്താണ് സ്കൂളിൽ നിന്നും റിസൈൻ ചെയ്ത് പോകുന്നവരാട്ടാ. ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റേഴ്സ് ലെഫ്റ്റ് ഗവൺമെൻറ് കൺട്രോൾ, അതായത് ലെഫ്റ്റ് ഗവൺമെൻറ് കൺട്രോൾഡ് സ്കൂൾസ്. ഗവൺമെൻറ് അണ്ടറിലുള്ള സ്കൂളിലുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും ഹെഡ് മാസ്റ്റേഴ്സും എല്ലാം. പിന്നെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും റിസൈൻ ചെയ്ത് പോന്നിട്ടുള്ള സ്റ്റുഡൻസും ടീച്ചേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മിഡിൽ ക്ലാസ്സസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ ലോയേഴ്സ് ഗീവ് അപ്പ് ദ ലീഗൽ പ്രാക്ടീസസ്. അവിടെ ലീഗൽ പ്രാക്ടീസസ് എല്ലാം നിർത്തി വെച്ചിട്ട് ഈ ഒരു മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇത്രയും പേരാണ് വന്നത്. ഫസ്റ്റ് വൺ മിഡിൽ ക്ലാസ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, headmasters left the government controlled school and colleges. lawyers ലീഗൽ പാർട്ടിസിപ്പേഷൻ നിന്ന് ഒഴിവായിട്ട് ഈ ഒരു മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ വേറെ ഇൻ ദ എക്കണോമിക് ഫ്രണ്ട് ദ എഫക്റ്റ് ഓഫ് നോൺ കോപ്പറേഷൻ വേർ മോർ ഡ്രമാറ്റിക്. എക്കണോമിക് പരമായിട്ട്, അതായത് എക്കണോമിക്കലി കൺട്രി ഈ ഒരു മൂവ്മെൻറ്റിലൂടെ എന്താണ് ആയത്, ഡ്രമാറ്റിക്, അതായത് കൂടുതൽ നഷ്ടങ്ങളാണ് നമുക്ക് വന്നിട്ടില്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഡ്രമാറ്റിക് ആയി. ദ പ്രൊഡക്ഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ മിൽസ് ആൻഡ് ഹാൻഡ്ലൂംസ് വെൻഡ് അപ്പ് വെൻ പീപ്പിൾ സ്റ്റാർട്ട് ബോയ്ക്കോട്ടിങ് ഫോറിൻ ഗുഡ്സ്. അതായത് ഈ ഒരു മൂവ്മെൻറ്റിലൂടെ നമുക്ക് ഏറ്റവും നല്ല ഗുണങ്ങൾ തന്നെ കിട്ടിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോറിൻ ഗുഡ്സൊക്കെ എടുത്ത് കളഞ്ഞതുകൊണ്ട് ഇത് നമ്മുടെ ഇൻഡസ്ട്രീസ് ഇവിടെ സെറ്റപ്പ് ആക്കാൻ തുടങ്ങി. ഹാൻഡ്ലൂംസ്, അതായത് ഹാൻഡ് മെയ്ഡ് ഐറ്റംസൊക്കെ കൂടുതൽ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ എന്തൊക്കെയാണ്
പ്രൊഡക്ഷൻ, ടെക്സ്റ്റൈൽ മിൽസ് സെറ്റപ്പായി. ഇൻഡസ്ട്രീസ്, ഹാൻഡ്ലൂംസ് നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്നതല്ലത്. അങ്ങനെ കൈകൊണ്ടുണ്ടാക്കി പരിശീലിച്ച ഒരു ക്ലോത്താണിത്, ഖാദി ക്ലോത്ത്സ് വെരി എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മുടെ ഗാന്ധിജിയുടെ ഒരു തീരുമാനമായിരുന്നു എന്ത്, നമ്മൾ തന്നെ നമ്മുടെ വസ്ത്രം നെയ്തുണ്ടാക്കിയിട്ട് കൊടുക്കണം. മറ്റു കൺട്രീസിൽ നിന്നും വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ബോയ്ക്കോട്ട് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ് ചർക്ക യൂസ് ചെയ്തിട്ട് ഖാദി മേക്ക് ചെയ്തത്. വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഖാദി. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇത് അഫോർഡബിൾ ആയിട്ടില്ല. കാരണം പാവപ്പെട്ടവർക്കൊന്നും അത്രയും ക്യാഷ് മുടക്കിയിട്ടൊന്നും മേടിക്കാൻ കഴിയാത്തൊരു ക്ലോത്താണ് ഖാദി. Production of Indian textiles and handlooms were set up when people started boycotting foreign goods. However, this movement slowed down due to the variety of reasons such as khadi clothes and expensive, less Indian institutes for students and teachers to choose from. So they went back to government schools and lawyers joined back the government courts. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഖാദി വെരി എക്സ്പെൻസീവ് ആയിരുന്നു. പാവപ്പെട്ടവർക്ക് ഇതൊന്നും അഫോർഡബിൾ ആയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഫോറിൻ ഗുഡ്സ് ചീപ്പ് റേറ്റിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഖാദി എടുത്ത് കളഞ്ഞിട്ട് അത് യൂസ് ചെയ്യലെടുത്തി. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, വളരെ കുറവായിരുന്നു. പിന്നെ ഈ ടീച്ചേഴ്സിനും കാര്യങ്ങൾക്കൊന്നും ജോലിയില്ലാതെ വീണ്ടും അവരെന്ത് ചെയ്തു, ജോലിയിലേക്ക് കയറി. ഈ ക്ലോത്ത്സ് ഒന്നും മേടിക്കാനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവർ ഫോറിൻ ക്ലോത്ത്സ് തന്നെ യൂസ് ചെയ്യലെടുത്തി. അങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റ് എന്ത് ചെയ്തു, ക്ലാം ഡൗൺ ചെയ്തു. ഇനി കൺട്രി സൈഡ്സിൽ എങ്ങനെയാണ് സ്വരാജ് അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ് കൺട്രി സൈഡ്സിൽ എങ്ങനെയാണ് നടന്നത് നോക്കാം. Countrysides, movements in countrysides or rebellion in countrysides. Countrysides, non-cooperation movements spread to the countryside where peasants and tribals were developing in different parts of India. Peasants means farmers and tribals. Tribal peoplesum peasantsum ഈ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വർ ഡെവലപ്പിംഗ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഈ ഒരു മൂവ്മെൻറ്റ് ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെസൻസും ട്രൈബൽസുമാണ് കൺട്രി സൈഡ്സിൽ ഈ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ദ പെസൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് അഗെയിൻസ്റ്റ് താലൂക്ക്ദാർസ് ആൻഡ് ലാൻഡ് ലോഡ്സ്. ഈ പെസൻ മൂവ്മെൻറ്റ് നടന്നത് താലൂക്ക്ദാർസ്, അതായത് അവരുടെ നീതി ഉണ്ടല്ലോ, താലൂക്ക്ദാർസ് ആൻഡ് ലാൻഡ് ലോഡ്സ്. ഈ പെസൻസ് ഫാം ചെയ്യുന്നത് ജന്മിമാരുടെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ജന്മിക്കൾ ഇവർക്ക് ടാക്സ്, അതായത് പെസൻസ് ടാക്സ് കൊടുക്കണം. അവർ പാട്ടത്തിനെടുത്ത ഭൂമിയിലായിരിക്കും ഇവർ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് കൃഷിയിൽ നിന്നും ഒന്നും കിട്ടാതെ ടാക്സ് കൊടുക്കണം. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇതിന് കൊടുത്ത ടാക്സ് എന്ന് പറഞ്ഞാൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് അവർക്ക് അഫോർഡബിൾ അല്ല. പിന്നെ ലാൻഡ് ലോഡ്സിൽ നിന്ന് മണി മേടിച്ചാലും ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഈ ഒരു കൃഷി ഇറക്കണമെങ്കിൽ അവർക്ക് പൈസ ഇല്ല. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ബോറോ ചെയ്തിട്ട് വേണം കൃഷിയിൽ നമുക്കത് എടുക്കാൻ. അപ്പോൾ ഇതിന് രണ്ടിനും എതിരെ, അതായത് ഈ ഒരു ടാക്സിൻ്റെ കുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ഈ ഒരു മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. നമ്മൾ പറഞ്ഞു ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള മീൻസ് ആയിരുന്നു ഈ ഒരു മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള മീനിങ്സാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. പിന്നെ who demanded high rates and a variety of other seizures. It demanded reduction of revenue, abolition of beggar and social boycott of oppressive landlords. അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് ഇല്ലാണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഡിമാൻഡ് ഓഫ് റിഡക്ഷൻ ഓഫ് റവന്യൂ ഈ താലൂക്ക്ദാർസിൻ്റെ ലാൻഡ് ലോഡ്സിൻ്റെ റവന്യൂ സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റിഡക്ഷൻ അതില്ലാണ്ടാക്കായിരുന്നു ഒന്നാമത്തെ റീസണ്. പിന്നെ അബോളിഷൻ ഓഫ് ബെഗ്ഗറിൻ്റെ അബോളിഷൻ, അതായത് ബെഗ്ഗർ സിസ്റ്റംസ് കൂടുതലായിരുന്നു. ബെഗ്ഗിങ് സിസ്റ്റംസ്, അതായത് കൂടുതൽ പേർക്കും ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ബെഗ് ചെയ്ത് നടക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതും ഇല്ലാണ്ടാക്കുക എന്നാണ് ഈ ഒരു മൂവ്മെൻറ്റിലൂടെ ഈ കൺട്രി സൈഡ്സിൽ. അപ്പോൾ എന്തൊക്കെയാണ്
reduction of revenue, രണ്ടാമത്തത് abolition of beggar, and the social boycott of oppressive ലാൻഡ്ലോഡ്സിൻ്റെ ഹൈ റവന്യൂ ഇല്ലാണ്ടാക്കുക. ഇത് ആയിരുന്നു കൺട്രി സൈഡ്സിലുള്ള ആളുകൾ ഈ മൂവ്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള വേറൊരു കാരണം. ഇനി നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റു ഇൻ ജൂൺ 1920 സ്റ്റാർട്ടഡ് ഗോയിങ് അറൗണ്ട് ദ വില്ലേജസ് ഇൻ ഔദർ. ജവഹർലാൽ നെഹ്റു 1920 1920 ജൂണിൽ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? വില്ലേജസുകളിലൊക്കെ പോകാൻ തുടങ്ങി. എവിടെയായിരുന്നു? ഔദിലെ വില്ലേജുകളൊക്കെ വിസിറ്റ് ചെയ്തു. എന്തിനു വേണ്ടി? ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രീവ്നെസ്. അവിടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അവർക്ക് എന്തൊക്കെയാണ് അവിടെ ബുദ്ധിമുട്ടുകൾ, ഗ്രീവ്നെസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഔദിലേക്ക് 1920 ജൂണിൽ പോയി. ഇൻ ഒക്ടോബർ ആയപ്പോൾ he along with a few others set up the Oud Kisan Sabha. ജൂൺ 1920 ഒക്ടോബർ ആയപ്പോൾ ജവഹർലാൽ നെഹ്റു ഔഡ് കിസാൻ സഭ, ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സഭയാണ്. ഈ സഭ സ്റ്റാർട്ടാക്കി, ഔഡ് കിസാൻ സഭ. ആൻഡ് വിത്തിൻ മന്ത് 300 branches ഹാഡ്സ് ബീൻ സെറ്റപ്പ്. കുറേ മാസങ്ങൾ, ഒരു മന്തിലൂടെ എന്ത് ചെയ്തു? 300ഓളം ബ്രാഞ്ചസ്, ഇതിൻ്റെ ബ്രാഞ്ചസ് മറ്റു ഏരിയകളിലേക്കും സ്പ്രെഡായി. In 1921, the peasant movement spread and the houses of talukdars and merchants were attacked. ഈ മൂവ്മെൻറ്റ്, ഇതിനെതിരെയുള്ള മൂവ്മെൻറ്റ്സ്, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1921 1921 പെസൻറ്റ് മൂവ്മെൻറ്റ് ഈ ഔദിൽ നടന്നിട്ടുള്ള പെസൻറ്റ് മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? താലൂക്ക്ദാർസിൻ്റെയും മെർച്ചൻസിൻ്റെയും ഹൗസസും ബസാർസും എല്ലാം എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. ആൻഡ് ലൂട്ടഡ് ആൻഡ് ഗ്രെയിൻ ബോർഡ്സ് ഓഫ് വെരി ടേക്ക് ഓവർ. അതായത് കുറേ ഗ്രെയിൻസ് അവരെടുത്ത് വെച്ചിട്ടില്ല, കുറേ ധാന്യങ്ങൾ എന്ത് ചെയ്തു? കത്തിച്ചു കളഞ്ഞു, കത്തി നശിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ നടന്ന ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു പെസൻറ്റ് മൂവ്മെൻറ്റ്. ഈ പെസൻറ്റ് മൂവ്മെൻറ്റിൽ പീപ്പിൾസ് ചെയ്തത് താലൂക്ക്ദാർസിൻ്റെയും മെർച്ചൻസിൻ്റെയും ഹൗസസ് അറ്റാക്ക് ചെയ്തു, ബസാർസ് അറ്റാക്ക് ചെയ്തു, പിന്നെ കുറേ ഗ്രെയിൻസ് ലൂട്ടഡ് ചെയ്തു. ബസാർസ് കത്തിച്ചു. ഗ്രെയിൻ ബോർഡ്സ് വെർ ടേക്കൺ ഓവർ. ഗ്രെയിൻസൊക്കെ എടുത്തുകൊണ്ടുപോയി. അവർക്ക് ഭക്ഷണമൊന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് അവരെടുത്തുകൊണ്ട്. ഇൻ ഏർലി 1920 മില്യൻ ഗറില്ല മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ്. 1920 ആദ്യത്തിൽ ഈ മിലിറ്റൻറ്റ് ഗറില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. സ്പ്രെഡിങ് ഇൻ ദ ഗൂഡൻ ഹിൽസ് ഓഫ്, എവിടെ വെച്ചിട്ടായിരുന്നു? ഗൂഡൻ ഹിൽസ് ഓഫ് ആന്ധ്രാപ്രദേശിലെ ഗൂഡൻ ഹിൽസിൽ വെച്ചിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായത്. The government started closing down the forest areas due to the which their livelihood was affected. അതായത് ഈ ഒരു ഗൂഡൻ ഹിൽസിൽ ആന്ധ്രാപ്രദേശിൽ മിലിറ്റൻറ്റ് ഗറില്ല സ്റ്റാർട്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഫോറസ്റ്റിലേക്കുള്ള എൻട്രി ക്ലോസ് ആക്കി. അവിടെയുള്ള എല്ലാവരെയും നാട്ടിലേക്ക് പിടിച്ചിട്ടിട്ട് അവർക്ക് ഈ പുറത്തു നിന്നുള്ള രാജ്യക്കാർ, അതായത് ഫോറസ്റ്റിലല്ലാതെ ജീവിക്കുന്നവർക്ക് ഫോറസ്റ്റിലേക്ക് എൻട്രി ഇല്ലാതാക്കി. അവർ
ഫോറസ്റ്റിൽ നിന്നാണ് അവർക്കുള്ള ഫുഡ് കളക്ട് ചെയ്യുന്നതും പിന്നെ ഫുഡ് കളക്ട് ചെയ്യാനുള്ള ഫയർവുഡ് കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇവർക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ മിലിറ്റന്റ് ഗറില്ല ഗൂഡൻ ഹിൽസ് ഓഫ് ആന്ധ്രാപ്രദേശിൽ നടക്കപ്പെടുന്നത്. ഫൈനലി ദ ഹിൽ പീപ്പിൾ റിവോൾട്ട് വിച്ച് വാസ് ലെഡ് ബൈ അലൂരി സീതാറാം രാജു എന്ന് പറഞ്ഞിട്ടുള്ള രാജു എന്നാണ് ഹെഡ്. ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഹെഡായിട്ട് നയിച്ചത് രാജു ആയിരുന്നു. ഹു ക്ലെയിംഡ് ദാറ്റ് ഹി ഹാഡ് എ വെറൈറ്റീസ് ഓഫ് സ്പെഷ്യൽ പവേഴ്സ്. അവൻ എന്നെ പറയും അവനക്ക് എന്തൊക്കെ സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്, അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് അവനക്ക് തടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഗൂഡൻ ഹിൽസ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഫോറസ്റ്റിലെ ഇംഗ്ലീഷ് ഗവൺമെൻറ് തടുക്കപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു മൂവ്മെൻറ്റ് കൺട്രി സൈഡിൽ നടന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൺട്രി സൈഡിലുള്ള നമ്മുടെ സ്വരാജിൻ്റെ അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് കൺട്രി സൈഡ്സും പിന്നെ നമ്മുടെ ടൗൺസിലെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ.